ഹലോ ഡിയസ്, അടുത്ത വർഷം SSLC എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർഷം ഓൾറെഡി SSLC എഴുതി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. സാർ, ഭയങ്കര ടെൻഷനാവുന്നു, റിസൾട്ട് വരാനായിട്ടുണ്ട്, മാർക്ക് കുറഞ്ഞാൽ എങ്ങനെ വീട്ടുകാരെ ഫേസ് ചെയ്യുന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അടുത്ത വർഷം ഈ സമയത്ത് ടെൻഷൻ അടിക്കാൻ പോകുന്നത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും. അതായത് നമ്മൾക്ക് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയമുണ്ടെന്ന്. അങ്ങനെ സമയമുണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാതെ അത് പിന്നേക്ക് എന്നുള്ള രീതിയിൽ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. അതായത് നാളെ പഠിച്ചു തുടങ്ങാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നാളെ നമ്മൾ തുടങ്ങുമോ? ഇല്ല. നാളെ നമ്മൾ വിചാരിക്കും നാളെ രാത്രി ആവട്ടെ എന്ന്. രാത്രി ആകുമ്പോൾ വിചാരിക്കും അടുത്ത ദിവസം രാവിലെ തുടങ്ങാമെന്ന്. ആ രീതിയിൽ നമ്മളിതിങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സ്കോറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മളൊരു ഡിസിഷൻ എടുത്താൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുക. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക നമ്മൾ ഫോം ചെയ്യുന്ന നമ്മുടെ ഹാബിറ്റുകളാണ്. അതായത് നമുക്ക് ലോങ് ടേമിലേക്ക് ഒരു സക്സസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഷോർട്ട് ടേം ആയിട്ടുള്ള ചെറിയ ചെറിയ ഗോളുകൾ കൂടിയാണ്. അതായത് നമ്മൾ ഇന്ന് ഒരു ഗോൾ ഫിക്സ് ചെയ്യുന്നു, ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ കിട്ടുന്നതല്ല ഞാൻ പറയുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് SSLC എക്സാം വരുന്നത് അടുത്ത വർഷം മാർച്ചിലാണ്. പക്ഷേ നിങ്ങൾ വെക്കുന്ന ഗോൾ എന്ന് പറയുന്നത് അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഞാൻ ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്ക് പഠിച്ചു തീർക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യും. അത് ചെയ്ത് അക്കംപ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഒരു മോട്ടിവേഷൻ ഉണ്ട്. ആ രീതിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ വലിയ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അതിന് നമ്മൾ നേരത്തെ തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവേണ്ടതുണ്ട്. ചുമ്മാ എവിടെ എത്തണം എന്നറിഞ്ഞാൽ മാത്രം പോരാ, ആ പോകേണ്ട വഴിയെക്കുറിച്ച് കൃത്യമായ ധാരണ കൂടെ നമുക്കുണ്ടാവണം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും SSLCയിൽ ഫുൾ A+ തന്നെ നേടിത്തരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സൈലത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ബാച്ചായിട്ടുള്ള അസ്ത്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അസ്ത്ര ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിനെ ഇംപ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സൈലം അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിവസേനയുള്ള ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് തരുന്ന TPP ആയിക്കോട്ടെ, ഓരോ ചാപ്റ്ററിൻ്റെയും ഇൻസ്റ്റാ ലേൺ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ലഭിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ തുടങ്ങുന്നോ അത്രയും നേരത്തെ തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിവിഷനിലേക്ക് കടന്നുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫേസ് ചെയ്ത്, മാക്സിമം എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്ത് അത്രയും കോൺഫിഡൻസോടുകൂടി വരാൻ പോകുന്ന ആനുവൽ എക്സാമിനെ, ലൈഫിൽ ആദ്യമായിട്ട് ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ്, ആ പബ്ലിക് എക്സാമിനെ ഏറ്റവും കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഫുൾ A+ എത്താൻ നിങ്ങൾക്ക് സാധിക്കും. 9ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിൽ വെറും 2 മാർക്ക് മാത്രം വാങ്ങിയിരുന്ന കുട്ടി 10ാം ക്ലാസ്സിൽ അസ്ത്ര ബാച്ചിൽ പഠിച്ചുകൊണ്ട് അവൻ 78, 79 മാർക്ക് വാങ്ങിയിട്ട് സൈലത്തിലേക്ക് വന്നിട്ടുണ്ട്, ഞങ്ങളെ ഓരോരുത്തരെയും കാണുവാനായിട്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ആ ചരിത്രം നിങ്ങൾക്കും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ 9ാം ക്ലാസ് വരെ എത്ര മാർക്ക് വാങ്ങി എന്നുള്ളത് വിഷയമല്ല, 10ാം ക്ലാസ്സിൽ A+ ഓരോ വിഷയത്തിലും വാരിക്കൂട്ടാൻ നിങ്ങൾക്ക് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലൂടെ സാധിക്കും. സോ നിങ്ങൾ നാളേക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. പഠിത്തം മാത്രം വേണമെന്നൊന്നുമല്ല പറയുന്നത്. വെക്കേഷനാണ്, ആഘോഷിക്കണം, കളിക്കണം, ചിരിക്കണം, എല്ലാം വേണം നമുക്ക്. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്ന നമ്മുടെ പ്രൈം ലക്ഷ്യം മറന്നു പോകരുത്. അതിനുവേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ സൈലം ഉണ്ടാകും. സോ അസ്ത്ര ബാച്ചിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. അഡ്മിഷൻ ഉറപ്പാക്കാനായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.